പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ ബഹുമാന്യ ഭൃത്യനും എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ വചനം പഠിപ്പാൻ കർത്താവ് ഇങ്ങനെയുള്ളൊരു അവസരം നൽകുന്നുവല്ലോ. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. തുടർന്ന് നമുക്ക് ദൈവവചനം പഠിപ്പാനായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇൻട്രൊഡക്ഷനായിട്ടാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ പൊതുവായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യം പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞ് കേട്ടവർക്ക് ആവർത്തന വിരസത ഉണ്ടാകും, എനിക്കറിയാം. എങ്കിലും ഒന്ന് പറഞ്ഞ് ഞാനങ്ങ് മുൻപോട്ട് പോകട്ടെ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയം എന്നുള്ളത് ഈ പുതിയ നിയമ കാനോൻ, അല്ലെങ്കിൽ കാനോനികം, ദൈവനിശ്വാസ്യമാകുന്ന എന്തുകൊണ്ട് 27 പുസ്തകങ്ങൾ മാത്രം പുതിയ നിയമത്തിൽ ഉണ്ട്. അത് ഒരു ന്യൂ കവനൻറ്റ്, ഒരു റിട്ടൺ ഡോക്യുമെൻ്റ്, എഴുതപ്പെട്ട, പഴയ നിയമം പോലെ തന്നെ എഴുതപ്പെട്ട ഒരു ഡോക്യുമെൻ്റായിട്ട്, ഒരു കംപ്ലീറ്റ് സമ്പൂർണമായ ദൈവത്തിൻ്റെ വചനമായിട്ട് എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അല്പമായിട്ടൊക്കെ ചിന്തിച്ചത്. എന്നാൽ എനിക്ക് തോന്നുന്നത് അതൊരു സ്റ്റഡിയായിട്ട് തന്നെ എടുക്കേണ്ടതാകുന്ന ഒരു ആവശ്യകത ഞാൻ മുന്നിൽ കാണുകയാണ്. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്നുള്ള ദൈവവചനം അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏകദേശം അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മുടെ സമൂഹം അയക്കുക, യാതൊരു വിധമാകുന്ന വ്യവസ്ഥാപിതമാകുന്ന ബോധ്യങ്ങളുമില്ലാതെ എല്ലാവർക്കും എന്തും പറയാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ആ വേർഡ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കാത്ത അനേകർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപക്ഷെ അവർ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ചിലരത് പറഞ്ഞു വരുന്നു, ചിലർ പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ സ്ലോ പോയിസണിങ്, അതായത് ഔട്ട്റൈറ്റ് ദൈവവചനത്തിൻ്റെ ആധികാരികതയെ നിഷേധിക്കുന്നവർ, അവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. എന്നാൽ അതങ്ങനെയല്ല എന്ന നിലയിൽ ദൈവവചനത്തെ വില കുറച്ച് കാണിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അത് കാരണം അത് സ്ലോ പോയിസണിങ്ങാണ്, വളരെ പതുക്കെ പോയിസൺ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കാനോൻ, അല്ലെങ്കിൽ 27 പുസ്തകങ്ങൾ മാത്രമുള്ള, അതങ്ങ് എംഫസൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. അതെന്തുകൊണ്ട് ദൈവസഭയുടെ ആ റൂൾ ഓഫ് ഫെയ്ത്ത്, ക്രിസ്തീയ ജീവിതം എന്താണെന്നും ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എന്താണെന്നും നമ്മുടെ പ്രത്യാശ എന്തെന്നും നമ്മുടെ അടിസ്ഥാനം എന്തെന്നുള്ളതിൻ്റെ സോൾ അതോറിറ്റി, ഏകമാകുന്ന അതോറിറ്റി അല്ലെങ്കിൽ അധികാര സ്ഥാനം എന്നുള്ളത് ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമം, പഴയ നിയമം വളരെ ഇമ്പോർട്ടൻ്റ്. എന്നാൽ
പഴയ നിയമത്തിൻ്റെ കാനോനികതയെക്കുറിച്ച് അധികം സംശയങ്ങൾ ഒരു പക്ഷേ ഇല്ലായിരിക്കും. എന്നാൽ പുതിയ നിയമത്തെക്കുറിച്ചാണ് പലർക്കും സംശയങ്ങളുള്ളത്. അപ്പോൾ ഈ 27 പുസ്തകങ്ങൾ മാത്രമുള്ള പുതിയ നിയമം എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു? എന്തുകൊണ്ട് കൂടുതൽ പുസ്തകങ്ങളില്ല? എന്തുകൊണ്ട് കൂടുതൽ ഉണ്ടാകുന്നില്ല? ആ കാര്യത്തെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് അതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. എങ്കിലും ആ നിലയിൽ മാത്രം ആ സ്റ്റഡി മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ ഞാൻ തുടങ്ങിയത് പെട്ടെന്ന് 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞേച്ച് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്സിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. എന്നാൽ ആ വിഷയം ഒന്ന് പറഞ്ഞു പോകേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ അങ്ങനെ ചെയ്തത്. നമ്മൾ ഇത്രത്തോളം പഠിച്ച പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് യേശു കർത്താവിനെ കുറിച്ചുള്ള ഉപദേശവും കർത്താവിൻ്റെ ഉപദേശങ്ങളും, അല്ലെങ്കിൽ ട്രൂ ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ത് എന്നുള്ളതിന് ഉള്ള ഏക സോഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എന്തുകൊണ്ട് മറ്റു പുസ്തകങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നിട്ടും 2-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വന്നപ്പോൾ മറ്റു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്ത് തന്നെ ഈ ഡിഡാക്കെ എന്നൊക്കെ പറയുന്ന സഭകളിൽ വായിക്കുന്ന ചില രേഖകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അതൊന്നും ഈ 27 പുസ്തകങ്ങളിൽ കടന്നുകൂടിയില്ല? അതുപോലെ തന്നെ ലവോദിക്കയിലുള്ള ലേഖനം നിങ്ങളുടെ ഇടയിൽ വായിപ്പീൻ എന്നൊക്കെയുള്ള കൊലോസ്യ ലേഖനത്തിലെ ഇന്ന് ലേറ്റസ്റ്റ് ഞാൻ കണ്ട ചില കാര്യങ്ങളാണ് അതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമാകുന്ന മറുപടി നൽകേണ്ട, പക്ഷേ അതിനുള്ള വേദിയല്ല ഇത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എനിവേ, സത്യത്തിൽ എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 27 പുസ്തകങ്ങൾ മാത്രം എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യമായിരിക്കുന്നു, അല്ലെങ്കിൽ അതുമാത്രമാകുന്നു പുതിയ നിയമം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഈ പുതിയ നിയമ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഗോസ്പൽസ് ആണ് യേശു കർത്താവിനെ കുറിച്ചുള്ള ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ്സ്. യേശു കർത്താവിനെ കുറിച്ചുള്ള ഏർലിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ്. യേശു കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ 30 വർഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്. അതിന് പ്രാധാന്യമുണ്ട്. കാരണം ആ ഐ വിറ്റ്നസ്, ദൃക്സാക്ഷികൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത് എഴുതപ്പെട്ടത്. അതിനൊക്കെയുള്ള തെളിവുകളെ കുറിച്ചൊക്കെ നമ്മൾ അല്പമായിട്ടൊക്കെ ചിന്തിച്ചു. മറ്റൊന്ന് നമ്മൾ കണ്ടത് അപ്പോസ്തോലികമാകുന്ന അപ്രൂവലോ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ നേരിട്ടോ ആണ് ഈ ഡോക്യുമെന്റ്സ് എഴുതിയത്. അതാണ് നമ്മൾ ഈ 27 പുസ്തകങ്ങൾ മാത്രം ദൈവവചനമായി അംഗീകരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. ഒന്നുകിൽ അപ്പോസ്തോലന്മാർ നേരിട്ടോ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ അപ്രൂവലുള്ള, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസ് എഴുതി, അങ്ങനെ 1-2 രേഖകൾ മാത്രം. അത് അപ്പോസ്തലന്മാരുടെ സാന്നിധ്യത്തിലും അവരുടെ അപ്രൂവലോടും കൂടെയാണ് എഴുതപ്പെട്ടത്. ഈ ഡോക്യുമെന്റ്സ് മാത്രമേ ദൈവമക്കൾ ദൈവവചനമായിട്ട് അവരെ അംഗീകരിച്ചിരുന്നുള്ളൂ. മാത്രമല്ല, പുതിയ നിയമത്തിലെ മറ്റ് എഴുത്തുകളെ മറ്റ് ഭാഗങ്ങളിൽ തിരുവെഴുത്തുകളെന്ന് വിളിച്ചിരിക്കുന്നു. ആ കാര്യം നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിന്മേലുള്ള അതോറിറ്റി സഭയ്ക്കല്ലായിരുന്നു. സഭ ഡിസൈഡ് ചെയ്യുകയല്ലായിരുന്നു ഏതൊക്കെ പുസ്തകങ്ങൾ ബൈബിളിൽ വേണമെന്നുള്ളത്. സഭ അല്ല ഡിസൈഡ് ചെയ്തത്, തീരുമാനിച്ചത്. പിന്നെയോ ദൈവവചനമായിട്ട് 1-ാം നൂറ്റാണ്ട് മുതൽ അംഗീകരിക്കപ്പെട്ടിരുന്ന ഈ ഡോക്യുമെന്റ്സ് അത് സഭയുടെ ഭാഗമായി തീർന്നു. അത് അംഗീകരിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട മറ്റ് പല ഡോക്യുമെന്റ്സ് 2-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിട്ടും അതിൻ്റെ ഒന്നും കയ്യെഴുത്ത് പ്രതികൾ വളരെ
ചുരുക്കമായിട്ട് വിരളയിൽ എണ്ണാവുന്ന കയ്യെഴുത്ത് പ്രതികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ഭാഷയിൽ മാത്രം സമ്പൂർണമായിട്ടും ഫ്രാഗ്മെന്റ്സ് ആയിട്ടും ചില ഭാഗങ്ങളായിട്ടും 5700 ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികൾ ഈ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കാരണമുണ്ട്. അന്ന് പ്രിന്റിംഗ് ഇല്ലായിരുന്നു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രൊഫഷണൽ ആൾക്കാരല്ല അത് ചെയ്തത്. പിന്നെയോ ദൈവമക്കൾ തന്നെ അത് കോപ്പി ചെയ്യുകയായിരുന്നു. അങ്ങനെ കോപ്പി ചെയ്തത് മുഖാന്തരം, അതൊരു പ്രൊഫഷണൽ വേയിലല്ല കോപ്പി ചെയ്തത്, അത് കോപ്പി എഴുതി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പല കയ്യെഴുത്ത് പ്രതികൾ തമ്മിൽ ചില വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിന് ശേഷം 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വരുമ്പോൾ ഇത് കയ്യെഴുത്ത് പ്രതികളാണ്. ഒറിജിനൽ ഡോക്യുമെന്റ്സിൽ നിന്നും അതിനോട് ഏറ്റവും അടുത്ത ആ എഴുതപ്പെട്ട രേഖകളിൽ നിന്നും നോക്കി എഴുതിയെങ്കിലും പലരും കോപ്പി ചെയ്തു. പലയിടങ്ങളിലേക്ക് ഒരു കോപ്പിയിൽ നിന്ന് മറ്റൊരാൾ കോപ്പി ചെയ്തു. ചില വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചില ഓറൽ ട്രഡീഷൻസ് ചില കയ്യെഴുത്ത് പ്രതികളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ ഡിനൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചൂണ്ടിക്കാണിച്ചു, മലയാളം വേദപുസ്തകത്തിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാനത് 1-2 ഉദാഹരണം കാണിച്ചു. ബ്രാക്കറ്റ് ഇട്ട് അത് പ്രത്യേകിച്ച് ഈ പുതിയ ഭാഷാന്തരങ്ങൾ നമ്മൾ നോക്കിയാൽ, NIV തുടങ്ങിയ ഭാഷാന്തരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ഫുട് നോട്ട് ഇടും. ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ്, ഏറ്റവും പഴക്കമുള്ള ഇന്ന് നിലവിൽ നിലനിൽക്കുന്ന ഏർലിയസ്റ്റ് കയ്യെഴുത്ത് പ്രതികളിൽ ഈ ഭാഗമില്ല. ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇതില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സസ്പെക്ട്. ഇത് അതിനകത്തുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. സോ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഒരു സവിശേഷത, അവർ 100% സത്യസന്ധമായിട്ട് ആ കാര്യം ചെയ്തെന്നുള്ളതാണ്. അത് മറയ്ക്കാനായിട്ട് ശ്രമിച്ചില്ല. യെസ്, ഇന്ന കയ്യെഴുത്ത് പ്രതിയിൽ ഇന്ന ഭാഗം ഞങ്ങൾ കാണുന്നില്ല, സോ അവർ ഫുട് നോട്ട് ചെയ്യുകയാണ്. പക്ഷെങ്കിൽ ഇത് നമ്മെ, അപ്പം നിങ്ങൾ ചിന്തിക്കും അങ്ങനെയുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഈ വേരിയേഷൻസ് ഒന്നും തന്നെ ക്രിസ്തീയ വിശ്വാസങ്ങളെയോ ഉപദേശങ്ങളെയോ ഒരു നിലയിലും അതായത് യേശു കർത്താവിൻ്റെ ദൈവത്വത്തെയോ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെയോ യേശു കർത്താവിൻ്റെ ഉപദേശങ്ങളെയോ അവിടുത്തെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചോ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചോ നമുക്കുള്ള ഭാവി പ്രത്യാശയെക്കുറിച്ചോ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമാകുന്ന ഒരു ഉപദേശങ്ങളെക്കുറിച്ചും വേരിയന്റ് റീഡിങ്സ് ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ്. പിന്നെ വേരിയന്റ് റീഡിംഗ് ഉള്ളത് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഭാഗം ഞാൻ കാണിച്ചു, ബ്രാക്കറ്റിലിട്ട് വെച്ചേക്കാം. അത് സംഭവിച്ചതാകാം, നിശ്ചയമായിട്ടും സംഭവിച്ചതാകാം. പക്ഷെങ്കിൽ ഏറ്റവും പുരാതനമാകുന്ന കയ്യെഴുത്ത് പ്രതികളിൽ അതില്ല എന്ന് വിചാരിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, ക്രിസ്തു സഭയുടെ ഉപദേശങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവും അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അപ്പോൾ വേരിയന്റ് റീഡിങ്സ് പല കയ്യെഴുത്ത് പ്രതികളിലുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, ഏറ്റവും അധികം കയ്യെഴുത്ത് പ്രതികളുള്ള പഴക്കമുള്ള ഒറ്റ ഒരു പുസ്തകമേ ലോകത്തിലുള്ളൂ,
അത് വേദപുസ്തകമാണ്, അത് ന്യൂ ടെസ്റ്റ്മെന്റാണ്. വേറെ ഒരു പഴക്കമുള്ള സാഹിത്യ ചരിത്ര രേഖകൾക്കൊന്നും തന്നെ 10-ലധികം കയ്യെഴുത്ത് പ്രതികൾ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. അതേസമയം പുതിയ നിയമത്തിന് ഗ്രീക്ക് ഭാഷയിൽ മാത്രം 5700 കയ്യെഴുത്തു പ്രതികൾ നിലവിലുണ്ട്. പിന്നെ മറ്റ് ഭാഷയുടെ കൂട്ടിയാൽ ലത്തീൻ ഭാഷയും അരാമ്യ ഭാഷയും അങ്ങനെയുള്ള ആ നിയർ ഈസ്റ്റിലെ ഭാഷകളൊക്കെ അല്ലെ യൂറോപ്പിലെ ഭാഷകളൊക്കെ ചേർത്താൽ 25,000-ഓളം കയ്യെഴുത്തു പ്രതികൾ പുതിയ നിയമത്തിനുണ്ട്. പഴയ കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഇത് കമ്പയർ ചെയ്യുവാനും അതിനെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാനുമുള്ള സകല റിസോഴ്സസും നിലവിലുണ്ട്. ഇനിയും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുതലിനെ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ഈ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഒരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷുകാർ അവരൊരുപാട് രാജ്യങ്ങളിൽ അവർ ഭരിച്ചിരുന്ന അതൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളിപ്പം നിന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. കാരണം അനേക ഇടങ്ങളിൽ നിന്നുള്ള ഈ കയ്യെഴുത്ത് പ്രതികളെല്ലാം തന്നെ ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വളരെ ഭദ്രമായിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ. ദൈവം അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അത് വളരെ സേഫായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതിനെ പരിശോധിക്കാനും അതിനെ സൂക്ഷ്മ വിധേയമാക്കാനും ഉള്ള എല്ലാ തെളിവുകളും ഇന്ന് അവൈലബിളാണ്. അതാ ഞാൻ പറയുന്നത്. ഇന്ന് അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തു. ഇന്ന് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അറ്റ് ദ ക്ലിക്ക് ഓഫ് ബട്ടൺ പല കാര്യങ്ങളും ഇന്ന് അവൈലബിളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇതിൻ്റെ എല്ലാം പുറകിൽ എ സോവറിൻ ഹാൻഡ് ഓഫ് ഗോഡ്. തിരുവഴുത്തുകളെ എങ്ങനെയാണ് ദൈവം പ്രിസർവ് ചെയ്ത്, ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം മറ്റൊന്നുമല്ല. വി ആർ ഓൺ സോളിഡ് ഗ്രൗണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരും അല്പം അറിവുള്ളവരുമൊക്കെ പല കാര്യങ്ങളും പറഞ്ഞെന്നിരിക്കും. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത കാലത്ത് ഒരു വിധവും പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ പിതാവ്. അപ്പൊ യേശുവിൻ്റെ ദൈവം ആയിരുന്നു. അപ്പൊ അത് കേൾക്കുന്നുടനെ നമ്മുടെ ഇടയിലുള്ള വേദപുസ്തകം അറിയാത്ത ബന്ധുക്രാസ്തുകാർ ചിന്തിക്കും, ശരിയല്ലേ ആ പറയുന്നേ, അല്ലേ അല്ലേ? പക്ഷെങ്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുക. ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ കാര്യം വളരെ സോളിഡാ. ഇത് ടെസ്റ്റ് ഓഫ് ടൈം പാസ് ചെയ്തൊരു കാര്യമാണ്. എല്ലാ നിലയിലുമുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ആ കാര്യങ്ങളിൽ കൂടെയൊക്കെ സത്യത്തിൽ പൊന്നുപോലെ പുറത്തു വന്നിരിക്കുന്ന ഒരു പുസ്തകമായത്. വി ആർ ഓൺ സോളിഡ് ഗ്രൗണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മൾ മനസ്സിലാക്കുക. സഭയല്ല ഏത് ഇതിനകത്ത് വരണമെന്ന് നിർണയിച്ചത്. പലരും കേട്ടു നിഖിയ സുന്നഹദോസ്. നോ അല്ല. നിസ്കിയ സുന്നഹദോസ് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഏത് പുസ്തകം വേണമെന്ന് ചിന്തിക്കാൻ വേണ്ടി കൂടിയ സുന്നഹദോസേ അല്ല. അതേ അല്ല. നമ്മുടെ ഇടയിൽ ചില വിദ്യന്മാരൊക്കെ പറയുന്നത് അങ്ങനെയാന്നാ. എന്ത് ചെയ്യാം? അതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ആകട്ടെ, ഇതൊക്കെ പൊതുവായിട്ട് നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് വേണമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ
വേണമെങ്കിൽ ആ ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന ആ സ്റ്റഡിയിലേക്കൊക്കെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഐ എം റെഡി ഫോർ ഇറ്റ്. നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണ്, ഞാൻ റെഡി ഫോർ ഇറ്റ്. അതിനകത്ത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എനിക്കുള്ള ആ ടേസ്റ്റ് എല്ലാവർക്കും വരണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്റ്റഡിയിലൊക്കെ പിന്നീട് പോകാം. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് വരാം. ഈ സ്റ്റഡി പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ചുകൂടി ഒരു ഡിവോഷണലായിട്ടാണ് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഔട്ട്ലൈനൊക്കെ തരുന്നത് കേവലം ഒരു അക്കാഡമിക് നിലയിലല്ല പോകുന്നത്. ഇതൊരു ഡിവോഷണൽ സ്റ്റഡിയാണ്. ഇതൊരു ഒരു 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 പാണ്ഡിത്യത്തിൻ്റെ രീതിയിൽ ആ നിലയിലല്ല പോകാൻ താല്പര്യപ്പെടുന്നത്. കുറച്ചുകൂടെ ഡിവോഷണലായിട്ട് ആ കാര്യം ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു പോകും, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായിട്ട് നമ്മൾ ഈ പുസ്തകത്തിലേക്ക് തന്നെയാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മത്തായി സുവിശേഷത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവിനെ കുറിച്ചുള്ള ഏർലിയസ്റ്റ് റിട്ടൺ അപ്രൂവ്ഡ് ഡോക്യുമെന്റ്സ് ആണ് ഈ 4 സുവിശേഷങ്ങൾ. യേശു കർത്താവിൻ്റെ പഠിപ്പിക്കൽ എന്താണെന്നും, യേശു കർത്താവ് ആരാണെന്നും, യേശു കർത്താവ് എന്താണ് ചെയ്തതെന്നും, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ 4 സുവിശേഷങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങൾ എന്നുള്ളത് തന്നെ ഒരു പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ ചിന്തിക്കുക. എങ്കിലും ഒന്ന് പറഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രധാനമായിട്ട് ഈ 4 സുവിശേഷങ്ങളിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളെ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങളെന്നാണ് പൊതുവെ വിളിക്കുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് വിളിക്കും. അതിൻ്റെ കാരണം ഈ 3 സുവിശേഷങ്ങളും ഏറെക്കുറെയൊക്കെ കർത്താവിൻ്റെ ആ ശുശ്രൂഷകളും, ഗലീലയിലും യഹൂദയിലുമൊക്കെയുള്ള കർത്താവിൻ്റെ ശുശ്രൂഷകളും, കർത്താവിൻ്റെ അത്ഭുതങ്ങളും, കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളും, കർത്താവ് പറഞ്ഞ ഉപമകളും ഒക്കെ ഏറെക്കുറെയൊക്കെ ഏകദേശമൊക്കെ ഒരേ നിലയിൽ, ഒരേ നിലയിലല്ല, ഏകദേശം ഒരേ നിലയിൽ ഒരു നരേറ്റീവ് സ്റ്റൈലിൽ ആണ് ഈ 3 സുവിശേഷങ്ങളും ഒരു ആഖ്യായന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ. അതുകൊണ്ടാണ് ഇത് അതിനെക്കുറിച്ച് തന്നെ അത് ഒരു ബൃഹത്താകുന്ന സ്റ്റഡിയാണ്. അതുകൊണ്ട് ഈ 3 സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങളെന്നാണ് പൊതുവെ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം വിളിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമാണ്. യോഹന്നാന്റെ സുവിശേഷം കുറച്ചുകൂടെ ഒരു അല്പം കൂടെ വ്യത്യസ്തമാകുന്ന ഒരു എംഫസിസ് ആണ് യോഹന്നാന്റെ സുവിശേഷത്തിന് ഉള്ളത്. കുറച്ചുകൂടെ ഒരു 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 മെഡിറ്റേറ്റീവ്, ഒരു ധ്യാന രീതിയിലാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. മറ്റു സുവിശേഷങ്ങളെ പോലെ ഉപമകളൊന്നും ആ നിലയിലൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ല. ചില സാദൃശ്യങ്ങളും ഒക്കെ, മെറ്റഫേഴ്സൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ടെങ്കിലും മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്ന നിലയിലുള്ള ഉപമകളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും
കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ചും മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിശദീകരണമൊന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നില്ല. വ്യത്യസ്തമാകുന്ന നിലയിലാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. ആകട്ടെ, നമുക്ക് അത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം ആ റിവേഴ്സ് ഓർഡറിൽ. യോഹന്നാൻ്റെ സുവിശേഷം പ്രധാനമായിട്ട് മത്തായി സുവിശേഷവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ, മത്തായി സുവിശേഷം യേശു കർത്താവിൻ്റെ ജീനിയോളജി അല്ലെങ്കിൽ കർത്താവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം അങ്ങനെയല്ല ആരംഭിക്കുന്നത്. പിന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമാകുന്നു. അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു പ്രസ്താവത്തോടുകൂടെ യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രധാന എംഫസിസ് എന്നുള്ളത് ദൈവപുത്രനായ യേശു എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്തേക്കുന്നത്. നമ്മൾ പിന്നീട് അത് പഠിക്കുക, അത് അല്പം വിശദമായിട്ട് പിന്നീട് ആ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് കൂടുതലായിട്ട് ചിന്തിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത്. എംഫസിസ് എന്നുള്ളത് യേശു കർത്താവിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ഡിവിനിറ്റിയെ, ദൈവത്വത്തെ വ്യക്തമായും എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ആ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം തർക്കത്തിനപ്പുറമുള്ള എന്ന് പറഞ്ഞാൽ യേശു ദൈവം എന്നുള്ള വിഷയം തർക്കത്തിനപ്പുറമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അങ്ങനെ അല്ലെന്ന് ചിലരൊക്കെ നമ്മുടെ ഇടയിൽ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയാണെന്ന് സമ്മതിക്കുന്ന ഒരു മുസ്ലിം ഡിബേറ്ററെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ഷബീർ അലി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാനഡയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ദൈവത്വം വ്യക്തമായും പറഞ്ഞിരിക്കുന്നു എന്ന് സമ്മതിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ്, ഔട്ട്സൈഡ് ഓഫ് ക്രിസ്തീയ മാർഗത്തിന് വെളിയിൽ. പക്ഷെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടി, കാരണം യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ ക്ലിയറാണ്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ലേണഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ ഇല്ലാതെ ഇരുന്ന ചില കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉള്ളത്. വ്യക്തമാകുന്ന സ്റ്റേറ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്, ഞാനാകുന്നു. അതൊക്കെ പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന് 18-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ നിൽക്കുന്നവര് നിങ്ങൾ ആരെയാ തരയുന്നതെന്ന് കർത്താവ് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നതന്നാ, ഞങ്ങൾ നസ്രയനാകുന്ന യേശുവിനെ. ഉടനെ പറഞ്ഞു, നിങ്ങൾ നസ്രയനാകുന്ന യേശുവിനെ അല്ലേ തിരയുന്നത്, അത് ഞാനാകുന്നു, ഐ ആം. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ എന്നാ സംഭവിച്ചതെന്നറിയോ?
അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാനൊരു കാര്യം എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ വായിക്കുന്നത് തോമസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അതിനെ വളച്ചൊടിച്ചൊക്കെ പറയുന്നുണ്ട്, എങ്കിലും അത് വളരെ വ്യക്തമാണ്. തോമസ് ആരോട് പറഞ്ഞു? കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ, മൈ ഗോഡ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റാ. യേശു കർത്താവ് പറഞ്ഞില്ല, അയ്യോ തോമസേ നീ ദൈവദൂഷണ പറയുന്നതൊന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു റിലേഷണൽ ടേമാണ്. അല്ലാതെ പിതാവാകുന്ന ദൈവത്തിന് ഏതോ ഒരു കാലഘട്ടത്തിൽ യേശു ജനിച്ചത് കൊണ്ടല്ല. ഇതൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ ആൾക്കാർക്ക് പലർക്കും. ഇത് ആ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. റിലേഷൻ, സൺ ഓഫ് ഗോഡ്. എന്നിട്ട് യോഹന്നാൻ തൻ്റെ പർപ്പസ് സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട്. ഇത് ഞാൻ എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? യേശു മെസ്സിഹായാണെന്ന് 20:31 ക്രിസ്തു ആണെന്ന് 20 നമുക്കറിയാവുന്ന ഒന്ന് വായിച്ചു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും നോക്കുക, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനുമാണ് ഞാനിത് എഴുതിയിരിക്കുക. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്നുള്ളത് ഒരു മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാകുന്ന നിലയിൽ ദൈവപുത്രനാകുന്ന ക്രിസ്തു എന്നുള്ള ഈ 4 സുവിശേഷങ്ങളെ ഒരു വജ്രത്തോട് ഉപമിക്കാമെങ്കിൽ, ആ വജ്രത്തിൻ്റെ, ആ ഡയമണ്ടിൻ്റെ 4 തലങ്ങളാ. അതിലുള്ള ഒരു തലമാണ് എന്ത്? യോഹന്നാന്റെ സുവിശേഷം. മനോഹരമായിട്ട് ആ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ എംഫസിസ് ദൈവപുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ദൈവത്വത്തെ വ്യക്തമാകുന്ന ഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന, യേശു ആരാണെന്നുള്ളതിൻ്റെ വ്യക്തമാകുന്ന വെളിപ്പാടാണ് യോഹന്നാന്റെ സുവിശേഷം. അതങ്ങനെ തന്നെയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചയാള് സമ്മതിച്ചിരിക്കുന്ന കാര്യം. പക്ഷെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റുകയില്ലോ. അതുകൊണ്ട് പറയും, യോഹന്നാന്റെ സുവിശേഷം എന്നുള്ളത് പിന്നീട് ക്രിസ്തു സഭയിലുണ്ടായ യേശുവിനെ കുറിച്ചുള്ള ഉണ്ടായിരുന്ന കൺസെപ്റ്റിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം യേശുവിനെ ദൈവമായിട്ടല്ല കണ്ടത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് കണ്ടു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും ഒടുവിൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് യോഹന്നാൻ എഴുതിയെന്നാണ് അദ്ദേഹം ഷബീർ അലി പറയുന്നത്. എനിവേ, ഞാൻ നമ്മുടെ ഇടയിലുള്ള അസ്ഥിരന്മാരായിട്ടുള്ള ആൾക്കാരോട് പറയാ, ഇഫ് യു ഡോണ്ട് ബിലീവ്, ഗോ ടു ഷബീർ അലി. അദ്ദേഹം പറഞ്ഞു തരും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ദൈവത്വം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് പോവുകയാണ്. ആകട്ടെ, ഒന്നാമത്തെ വിഷയം, യോഹന്നാന്റെ സുവിശേഷം എന്നുള്ളത് യേശു കർത്താവിനെ ദൈവപുത്രൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം എന്നുള്ളത് യേശുവിനെ മനുഷ്യപുത്രൻ എന്ന ഒരു വീക്ഷണകോണിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നെന്ന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത് പോലെയല്ല യേശു കർത്താവിൻ്റെ വംശാവലിയെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്.
വ്യത്യസ്തമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു അസെൻഡിങ് ഓർഡറില്ല. അതായത് ലൂക്കോസിന്റെ സുവിശേഷം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ വംശാവലിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. നമുക്കത് ബോറടിക്കുമെന്ന് തോന്നുന്നു പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആ വംശാവലി, ചുമ്മാ എഴുതിയേക്കുന്നൊന്നുമല്ല. അവിടെ ആരംഭിക്കുന്നത് യേശുവിനെ യോസേഫിൻ്റെ മകനെന്ന് ജനമൊക്കെയും വിചാരിച്ചു. ആ കാലത്തെ ജനങ്ങൾക്ക് യേശു കർത്താവ് യോസേഫിൻ്റെ മകൻ, മാനുഷികമാകുന്ന നിലയിൽ യോസേഫിൻ്റെ മകൻ എന്ന് ജനമൊക്കെയും വിചാരിച്ചു. അവർക്കാർക്കും സംശയമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇടയിൽ ചിലർക്ക് പറയുന്ന പോലെ യേശുവിൻ്റെ അപ്പൻ ആരാന്ന് തിരിച്ചറിയത്തില്ല, അങ്ങനൊന്നും സംശയമൊന്നും അവർക്കാർക്കും ഇല്ലായിരുന്നു. നോ, അങ്ങനല്ലായിരുന്നു. വേദപുസ്തകം വളരെ ക്ലിയർ. അവൻ യേശു കർത്താവ് ആരെന്ന് ജനമെന്നൊക്കെ തിരിച്ചറിഞ്ഞു. അവിടെ എന്താ എഴുതിയേക്കുന്നേ? ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ ഓക്കെ ഏതധ്യായമാ? 3-ാം അധ്യായം. യോസേഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. എന്നിട്ട് യേശുവിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ, എന്നിട്ട് അതെവിടെ ചെന്ന് അവസാനിക്കുന്നതെന്നറിയാമോ? ആദാം ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞ അത് അവസാനിക്കുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ലീനിയേജ് ആദം വരെ പോകാം. ലൂക്കോസിന്റെ സുവിശേഷം മനുഷ്യപുത്രനാകുന്ന ക്രിസ്തു യേശു കർത്താവിൽ തുടങ്ങി ആദം വരെ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ എ സഫറിങ് സെർവൻറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൈതൃകമൊന്നും അവിടെ വായിക്കുന്നില്ല, ജീനിയോളജി ഒന്നുമില്ല. അപ്പോൾ ഒരു സെർവൻറ്റ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 10:45 കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് തൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാനായിട്ടുമാ കർത്താവ്. അപ്പോൾ എംഫസിസ് ഞാൻ സെർവ് ചെയ്യപ്പെടാനല്ല വന്നത്, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ഞാൻ പിന്നെ ശുശ്രൂഷിക്കാനാണ് വന്നത്. അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മർക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു എംഫസിസും ഉണ്ട്. ആ ക്രിസ്തുവിനെ, ആ സെർവന്റിനെ, യഹോവയുടെ ദാസൻ, ദ ലോർഡ് സെർവന്റ് എന്ന് ഐശയ്യാ ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ യഹോവയുടെ ദാസനെ സെർവ് ചെയ്യുന്നവർക്കും എന്തോ ഉണ്ടെന്നാ മർക്കോസ് പറയുന്നേ. They are also called to suffer. പ്രിയപ്പെട്ടവരെ, സുവിശേഷം വളരെ വ്യക്തമാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ, ഇനിയും സഫറിങ് മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം റെഫർ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് വായിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു പുസ്തകമാണ് The Cost of Discipleship. അദ്ദേഹം പറയുന്നത്, when Christ calls a person, he bids him come and die. ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ അവനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കം, വരിക. അതുകൊണ്ട് മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമാണ്. അതിൻ്റെ ടൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെ കൃത്യ. ടൈറ്റിൽ എന്താണെന്നറിയോ? വരിക, ക്രൂശിക്കപ്പെടുക. വരിക, ക്രൂശിക്കപ്പെടുക. വളരെ മനോഹര. മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. എനിവേ, അത് വളരെ മനോഹര. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം
എംഫസിസ് ചെയ്യുന്നത് സഫറിങ് സെർവൻറ്റിനെ കുറിച്ചാണ്. ദാസനായിട്ട് കഷ്ടമനുഭവിക്കുന്ന ഒരു സെർവൻറ്റ്. അതുകൊണ്ട് ജീനിയോളജി, വംശാവലി ഒന്നും പറയാതെ തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷത്തിൻ്റെ എംഫസിസ്, നമ്മൾ ഇന്ന് അതാണ് തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. മത്തായി സുവിശേഷത്തിൻ്റെ എംഫസിസ് രാജാവാകുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. രാജാവാകുന്നതിനെ കുറിച്ച്. അപ്പൊ മറന്നു പോകരുത്, യോഹന്നാന്റെ സുവിശേഷം എന്തിനെ കുറിച്ചാ? ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനാകുന്ന യേശു. ലൂക്കോസിന്റെ സുവിശേഷം, കമോൺ, മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. മർക്കോസിന്റെ സുവിശേഷം സെർവന്റ്, ദാസൻ. എന്നാൽ മത്തായിയുടെ സുവിശേഷം കിങ്, രാജാവ്. ഇനി നമ്മൾ ഒന്നാം അധ്യായത്തിലോട്ട്, ഞാൻ പറയില്ലേ, ഈ വംശാവലി എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്, ചുമ്മാ ഒന്നും എഴുതിയിരിക്കുന്നതല്ല. വംശാവലിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യും. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുവായിട്ട് ഒന്ന് പറഞ്ഞ് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. ഇത് തമ്മിൽ ചില സ്വർഗരാജ്യവും ദൈവരാജ്യവും ആ രണ്ട് പ്രയോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അത് ഇത്രയും മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ കിങ്ഡം. എ കിങ്ഡം, ഒരു 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 രാജത്വത്തെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. രാജാവ്. അതുകൊണ്ടാണ് അതിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിദ്വാൻമാർ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ രാജാവിനെ കുറിച്ച് ഉള്ളതാകുന്ന അല്ലെങ്കിൽ ഒരു രാജത്വത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷം പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. അത് പഴയ നിയമവുമായിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിക്കാം. യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായിട്ട് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്. അത് യേശു കർത്താവിനെ മെസ്സിഹ അല്ലെങ്കിൽ പഴയ നിയമം പ്രഡിക്റ്റ് ചെയ്ത, പഴയ നിയമം പ്രവചിച്ച മെസ്സിഹ, അനോയിന്റഡ് വൺ, ക്രൈസ്റ്റ്, യഹോവയുടെ അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ വാഴുവാൻ വരുന്ന അഭിഷക്തനെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. അത് പഴയ നിയമ തിരുവെഴുത്തുകളുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മളത്, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡിവോഷണൽ സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. ഒരു പെട്ടെന്ന് അതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മുൻപോട്ട് പോകുകയാണ്. സുവിശേഷം ആണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്. സുവിശേഷം എന്ന് തന്നെ അതിൻ്റെ പേര്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് അബൌട്ട് എ പേഴ്സൺ. ഒരു വ്യക്തിയെ കുറിച്ചുള്ളതാണ് എന്ത്? സുവിശേഷം. ആ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ മെസ്സേജ് എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് അബൌട്ട് എ കിങ്ഡം. ഒരു രാജത്വമാണ് സുവിശേഷം. ഒരു രാജത്വം. അപ്പോൾ ആ രാജത്വത്തിൻ്റെ മെസ്സേജാണ്, സന്ദേശമാണ് സുവിശേഷം. ആ രാജത്വത്തിലെ സിറ്റിസൺസ്, അവിടുത്തെ പ്രജകൾ ആരാന്നറിയാമോ? ഡിസൈപ്പിൾസാ. ഡിസൈപ്പിൾസാ. ആരാ? ശിഷ്യന്മാരാ. അപ്പോൾ ദ മെസ്സേജ് ഓഫ് ദ കിങ്ഡം ഈസ് ദ ഗോസ്പൽ. രാജത്വത്തെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് എ കിങ്. കിങ്, രാജാവ്. ആ രാജാവിനെ കുറിച്ചും ആ രാജാവിന്റെ രാജത്വത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ആ രാജാവിന്റെ രാജത്വത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ പ്രജകളാരാ? ഡിസൈപ്പിൾസ് മാത്രമേ ഉള്ളൂ അവിടെ. ശിഷ്യരല്ലാത്ത ആരും തന്നെ അവിടെ പ്രജകളല്ല. ശിഷ്യരല്ലാത്ത ആരും അവിടുത്തെ പ്രജകളല്ല. ശിഷ്യരാരാണ്? അതുകൊണ്ടാണ് ശിഷ്യത്വം എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ വായിക്കുന്നേ, അവിടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു, ഒരു ഡിസൈപ്പിൾ എന്നല്ലേ ക്രിസ്ത്യൻസിനെ വിളിച്ചത്. അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് ആദ്യം എന്തുണ്ടായി? ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അത് ഹോൾ മറ്റുള്ളവർ വിളിച്ചതാ. പക്ഷെങ്കിൽ അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ? ശിഷ്യന്മാർ. അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് സകല ജാതികളെയും എന്തോ ആക്കാനാ പറഞ്ഞേ? ശിഷ്യരാക്കുവീൻ എന്നാ പറഞ്ഞേ. ഡിസൈപ്പിൾസ്. ഡിസൈപ്പിൾസ് ആക്കുക. അങ്ങനെ ഡിസൈപ്പിൾ ആക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് കേൾക്കുന്ന പോലെ കുറെ പേരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് നിറച്ചേച്ച് അവർക്ക് ഉപദേശം കൊടുക്കാന്നല്ല യേശു പറഞ്ഞത്. അങ്ങനല്ല യേശു പറഞ്ഞത്. തലതിരിഞ്ഞു പോയി നമ്മൾ. എന്തോ അവിടെ പറഞ്ഞത്? എന്തോ അവിടെ പറഞ്ഞു? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ആഹാ, ജാതികളെ എന്തോക്കാനാ പറഞ്ഞേ? അല്ലാതെ ഗിമ്മിക്സ് ഒക്കെ കാണിച്ച് നമ്മുടെ സഭയിൽ ആൾ ഇടിച്ചു കേറിയിട്ട് അവരെ ഉപദേശിക്കുക, അങ്ങനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് അങ്ങനല്ല. അങ്ങനെ ആളെ ഇടിച്ച് കയറ്റി ഇരുത്തിയേച്ച് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. മേക്ക് ദം ഡിസൈപ്പിൾസ് ഫസ്റ്റ്. എങ്ങനെ? അതാ വിഷയം. അപ്പോൾ ഈ കിങ്ഡത്തിൽ, ഈ രാജ്യത്തിൽ ആരേ ഉള്ളൂ? ശിഷ്യന്മാരേ ഉള്ളൂ. ശിഷ്യന്മാരല്ലാത്ത ആരും സ്വർഗരാജ്യത്തിൽ പോവില്ല. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ചിലർ വന്നേ ചെന്നോ പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി,
പിന്നെന്തോ ചെയ്തു? വീര്യപ്രവൃത്തികൾ ചെയ്തു, പ്രവചിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞില്ല. ഐ നെവർ ന്യൂ യു. ഞാൻ ഒരു നാൾ പറഞ്ഞില്ല. വെറാസ് ലോകം അറിയാത്ത ഒരു ശിഷ്യനെ കർത്താവ് പറയുന്നതിനറിയാം, എൻ്റെ ആടുകളെ എനിക്ക് അറിയാം, അവയെ ഞാൻ എന്തോ വിളിക്കുന്നേ, പേര് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഡിവിജ്വലി വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യാം? അറിയാം. പ്രിയപ്പെട്ടവരെ, ആ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നോക്കുക, അതിൻ്റെ മുകളിൽ ചില ഉപദേശങ്ങൾ പിന്നെയും കാണുക. അതിനു മുകളിൽ നമ്മൾ കാണുന്നത് ചില പ്രവർത്തനങ്ങൾ, കർത്താവിൻ്റെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. എന്നിട്ട് 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്നിട്ട് ഇനി 26-1 വരുമ്പോൾ 26-1 ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം നോക്കുക, ഈ ഒരു പാറ്റേണിലാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു മനോഹരമാകുന്ന ഒരു ചിത്രമാണ്. യേശു കർത്താവിൻ്റെ ഡീഡ്സ് ആൻഡ് വേർഡ്സ്, കർത്താവിൻ്റെ പ്രവൃത്തികളും ഉപദേശങ്ങളും, പ്രവൃത്തികളും ഉപദേശങ്ങളും, പ്രവൃത്തികളും ഉപദേശങ്ങളും, ഇതിനെ ഇടകലർത്തി മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഇടകലർത്തി പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാകുന്ന ആ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാനമായിട്ട് ഞാൻ സൂചിപ്പിച്ചു, യേശു കർത്താവിനെ രാജാവെന്നും ഒരു രാജത്വം എന്നതാകുന്ന ആ ചിന്തയാണ് പ്രധാനമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഇത് ആരെ ഉദ്ദേശിച്ചാണോ ഈ സുവിശേഷം രചിക്കപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ദ ഫസ്റ്റ് ഓഡിയൻസ് ഓഫ് ദിസ് ഗോസ്പൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്ത വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അവരെ മാത്രം സംബന്ധിച്ചല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം പ്രാഥമികമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ്. യഹൂദന്മാരായിട്ട് ക്രിസ്ത്യാനികളായി തീർന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ മത്തായിയുടെ സുവിശേഷം പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയതാരാന്നറിയാമോ? എഴുതിയതാരാ? മത്തായി. ഏത് മത്തായി എന്നറിയാമോ? ഏത് മത്തായിയാ? ചുങ്കക്കാരനായ മത്തായി. ഈ മത്തായി ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ചുങ്കക്കാരൻ മത്തായി. സത്യത്തിൽ ഈ മത്തായി എന്ന അപ്പോസ്തലൻ്റെ എത്ര സിൻസിയറായിട്ട് അത് പറയുന്നതെന്നുള്ളത് ഞാൻ ആ ഭാഗം ചിന്തിച്ചു. കാരണം ഈ ലൂക്കോസും മർക്കോസും ഒന്നും ഇദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നില്ല, ആ നിലയിലൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നും, അങ്ങനെയല്ലെന്നാ തോന്നേ. പക്ഷേ ഇദ്ദേഹം എന്നാ തന്നെക്കുറിച്ച് പറയുന്നേ? ചുങ്കക്കാരനായ മത്തായി. പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ ഈ ചുങ്കക്കാരെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അവരെ ഭയങ്കര വെറുപ്പാ. പക്ഷെങ്കിൽ മത്തായി തന്നെക്കുറിച്ച് വിശേഷിക്കുമ്പോൾ എങ്ങനെയാ പറയുന്നേ? ചുങ്കക്കാരനായ മത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തൻ്റെ ആ എളിമ ഞാൻ അവിടെ കാണുകയാണ്. ഞാനിങ്ങനെ ഒരുത്തനായിരുന്നു, പക്ഷേ ഈ രാജാവിന് എന്നോട് ദയ തോന്നി, കൃപ തോന്നി. ഞാൻ ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു. ഒരു വാക്ക് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വിട്ടേച്ച് എന്ത് ചെയ്തു? ഇങ്ങനെ വന്നു. എൻ്റെ ചിന്തയിൽ ഈ പത്രോസും യോഹന്നാനും ഒക്കെ വിട്ടതിനേക്കാളും ഒക്കെ ഭയങ്കര വലിയ ഉപേക്ഷണമായി ഇദ്ദേഹം ചെയ്ത്. കാരണം അവർക്ക് പിന്നെയും പോയി എടുക്കാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പക്ഷേ സർക്കാർ ജോലി വൺസ് ഫോർ ഓൾ കളഞ്ഞേച്ചിങ്ങ് വന്നതാണ്. എനിവേ, ആ ചുങ്കക്കാരൻ മത്തായി എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ മത്തായിയാലാണ് ഈ സുവിശേഷം രചിക്കപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്നുള്ളത് ജൂവിഷ് ക്രിസ്ത്യൻസാണ്. ആ ജൂവിഷ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം യേശു കർത്താവിനെ കുറിച്ച് ആ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ജീനിയോളജി തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞു വരുന്നത് എന്താ? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ. ഇനി അത് മാത്രമല്ല, അതിൻ്റെ 21-ാമത്തെ ഞാൻ ആ വിഷയത്തിലേക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. നോക്കുക, അപ്പോൾ യേശു എന്ന പേര് യഹോശുവ, ജോഷുവ. പഴയ നിയമത്തിൽ ജോഷുവയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജോഷുവ എന്നുള്ളത് ആ യമനായ ഭാഷയിലുള്ള ഫോമാണ് യേശുവ. അതിൻ്റെ അർത്ഥം എന്താ? രക്ഷകൻ. പഴയ നിയമത്തിൽ യോശുവ എന്താ ചെയ്തേ? ദൈവത്തിൻ്റെ പ്രോമിസ്ഡ് ലാൻഡ് പൊസസ് ചെയ്യാൻ അവരെ നയിച്ചതാരാ? യോശുവ. അങ്ങനെയെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളോട് പറയുക, ജീസസ്, ജോഷുവ, he is appointed by God. ദൈവത്താൽ, പഴയ നിയമത്തിൽ ദൈവം ആ ഫിസിക്കൽ ലാൻഡ് എടുക്കാനായിട്ട് യോശുവയെ ദൈവം നിയോഗിച്ചതുപോലെ ദൈവത്തിൻ്റെ പ്രോമിസസ് യേശുവിലാണ് ദൈവത്തിൻ്റെ ആ ഇറ്റേണൽ പ്രോമിസിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. ആരാണ്? യേശുവ. അവൻ എന്താ ചെയ്യുന്നത്? അവിടുന്ന് എന്താ ചെയ്യുന്നത്? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ യേശു ആരാണ്? ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. ദാവീദിനോട് ദൈവം ഒരു കാര്യം വാഗ്ദത്തം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? നിന്റെ സന്തതി ഭരിക്കും, വാഴും. പക്ഷെങ്കിൽ ആ വാഗ്ദത്തം, ഞാനത് വരുന്ന ആഴ്ചയിൽ അതിൻ്റെ റെഫറൻസുകളെല്ലാം ഞാൻ കാണിക്കാം. യെശയ്യാവിലുണ്ട്, യെരമ്യാവിലുണ്ട്, എഹെസ്കേലിലുണ്ട്. ഇവരെല്ലാം ആരെ കാത്തിരിക്കുക? മിശിഹായെ കാത്തിരിക്കുക. എങ്ങനെയുള്ളൊരു മിശിഹായെ കാത്തിരിക്കുന്നത്? ദാവീദിൻ്റെ സന്തതിയായിട്ട് വരുന്ന ഒരു മിശിഹായ. ആ മിശിഹ ആരാണ്? രാജാവാ. പക്ഷെങ്കിൽ ഈ മിശിഹായുടെ രാജ്യം ദാവീദിനോട് പറഞ്ഞതുപോലെ അൺഎൻഡിങ് ആയിട്ടുള്ള രാജ്യമാ. ദാവീദിനും അവൻ്റെ ഫിസിക്കൽ ഡിസെൻഡൻസിനും അതൊക്കെ എന്ത് ചെയ്തു? മാറിപ്പോയി. പക്ഷെങ്കിൽ
ദാവീദിന്റെ സന്തതിയായിട്ട് വരുന്ന ഈ രാജാവ് എന്നേക്കും വാഴുവാൻ പോകുന്നവനാ. ആ രാജാവിൻ്റെ രാജത്വത്തെ കുറിച്ചാ മത്തായി സുവിശേഷകൻ പറയുന്നേ. എന്നിട്ട് അത് അവസാനിക്കുന്നത് എവിടാന്നറിയോ? ആ വരുവാൻ പോകുന്ന ആ വലിയ രാജത്വത്തെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിക്കുന്നത്. ഇന്ന് സ്പിരിച്വലി ഇത് തുടങ്ങിയെങ്കിൽ ഒരു ദിവസം എന്തോ ഉണ്ടാകും, അതിൻ്റെ ആ ലിറ്ററൽ ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകും. ഈ രാജാവിനെ കുറിച്ചാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടുത്ത ആഴ്ചയിൽ പ്രവേശിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡിവോഷണൽ സ്റ്റഡി ആയിട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അനേക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ രാജാവിൻ്റെ മനോഹാരിത കാണാൻ നമുക്ക് കഴിയണം. നേരിട്ട് യു വിൽ ബിഹോൾഡ് ദ ബ്യൂട്ടി ഓഫ് ദ കിങ് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ, let us intently look into the scriptures. ഈ സുവിശേഷങ്ങളിൽ നോക്കിയിട്ട് ഈ രാജാവിൻ്റെ മനോഹാരിതയെ നമുക്ക് കാണാം. ഇത് പേഴ്സണലാക്കണം. നമ്മളിത് വായിക്കണം, നമ്മളിത് ധ്യാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഈ രാജാവിനെയാണ് കാണാൻ പോകുന്നത്. ഈ യേശുവിനെയാണ് കാണാൻ പോകുന്നത്. ഏത് യേശുവിനെ? അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അവൻ യേശു എന്ന് പറഞ്ഞു. ദാവീദിൻ്റെ സന്തതിയായിട്ട് ദാവീദിനോട് പ്രോമിസ് ചെയ്തത് ആരിലാ ഫുൾഫില്ലായി? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാജത്വത്തിൽ ശിഷ്യന്മാരേ ഉള്ളൂ. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ചിലർ ഈ രാജാവിനെ എന്ത് ചെയ്യൂ? ഞങ്ങൾക്ക് അവനെ വേണ്ട, അവനെ ക്രൂശിക്കാം. റിജക്റ്റ് ചെയ്യണോ അതോ ഈ രാജാവിൻ്റെ രാജത്വത്തിൻ്റെ കീഴിലേക്ക് വരണമോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ദിവസം എല്ലാ മുട്ടും എന്ത് ചെയ്യുമെന്നറിയാമോ? മടങ്ങും. എല്ലാ നാവും എന്ത് പറയും? എന്നാൽ ഇന്ന് ഈ രാജാവിൻ്റെ രാജത്വത്തിലേക്ക് പ്രവേശിപ്പാൻ ഭാഗ്യം ഈ രാജാവിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാജാവിൻ്റെ വചനങ്ങളെ കേൾക്കാൻ നമുക്ക് കാതോർക്കാം. ഈ രാജാവിൻ്റെ കൽപ്പനകളെ അനുസരിപ്പാൻ സന്തോഷത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.